ചാരു, നീ എത്തിയോ മോളെ? എങ്ങനെയാ നീ ഇത്രയും പെട്ടെന്നെത്തിയ? കിഡ്നാപ്പുകാരെ നിന്നെ വെറുതെ വിട്ടോ? എന്തൊരു ചോദ്യമാടി ഇതൊക്കെ? ഇവള് തിരിച്ചു വന്ന് പിടിച്ചില്ലേ നിനക്ക്? അയ്യോ, അങ്ങനെയല്ല ഏട്ടാ. പെട്ടെന്ന് അവളെ കണ്ടപ്പോ എന്ത് ചോദിക്കണമെന്നറിയാണ്ട് എന്തൊക്കെയോ ഞാൻ ചോദിച്ചു പോയി. ചാരുവിനെ കാണാതായപ്പോ ഉണ്ടാകാത്ത വെപ്രാളം അവള് തിരിച്ചു വന്നപ്പോഴാണോ ഉണ്ടായത്? നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഈ ക്രോസ് വിസ്താരത്തിനൊന്നും എന്റെ അടുത്ത് ഇപ്പൊ ഉത്തരവില്ല. ചാരു, ഒരു പോറല് പോലും ഏൽക്കാതെ നീ തിരിച്ചു വന്നല്ലോ. നമുക്ക് കിട്ടിയ 10 ലക്ഷം ഇത്. മോളെ ചാരു, നിന്നെ കാണാതായപ്പോ ചെറിയച്ഛന്റെ ജീവൻ പോയ പോലെയായി. എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയും കിട്ടിയില്ല. നിന്നെ ഇനി ഒരിക്കലും കാണാൻ പറ്റില്ലെന്ന് വരെ പേടിച്ചു പോയി. എന്തായാലും മോള് സുരക്ഷിതയായി ഇങ്ങ് എത്തിയല്ലോ. സത്യാണ് ചെറിയച്ഛൻ പറഞ്ഞത്. സത്യത്തിൽ എന്താ ഉണ്ടായ മോളെ? അതാ നോക്ക്, അവളോട് രക്ഷപ്പെടുക. നീ ചാരുവിനെ വേഗം വീട്ടിൽ കൊണ്ടുവിട്. ഞാൻ ഇവിടെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കട്ടെ. അപ്പൊ ഇതൊക്കെ ആ ജഗദീഷിന്റെ പണിയായിരുന്നു. അവനെ ഇനി ജീവനോടെ വിട്ടുവയ്ക്കരുത്. എന്റെ കയ്യിലെങ്ങാനും അവനെ കിട്ടണം. കണ്ടം തുണ്ടമായി വെട്ടി കുഴിച്ചു മൂടും ഞാൻ. ഒരു വട്ടം ജയിലിൽ കിടന്നിട്ട് ഓൻ പാഠം പഠിച്ചിട്ടില്ലെന്നാ തോന്നുന്നേ. ഇനി ജീവിതത്തിൽ ഒരിക്കലും പുറം ലോകം കാണാത്ത വിധം അവനെ പിടിച്ച് ജയിലിൽ അടയ്ക്കാ വേണ്ടത്. വൃത്തികെട്ടവൻ. അവസാന വിജയൊന്നും നല്ലതിന് മാത്രമായിരിക്കും. അധർമ്മങ്ങൾക്ക് എന്നും പിടിച്ചു നിൽക്കാനാവില്ല. ഇപ്പോഴും അത് തന്നെ സംഭവിച്ചിരിക്കുന്നത്. കാശിനോടുള്ള അത്യാഗ്രഹം കൊണ്ട് ചാരുവിനെ അവൻ തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി? അണാ പൈസ പോലും അവന് കിട്ടിയില്ല. ഒടുവിൽ ഓടി രക്ഷപ്പെടേണ്ടിയും വന്നു. നമ്മുടെ ചാരുവിനെ നമുക്ക് തിരിച്ചു കിട്ടി. ഒരു പൈസ പോലും നമുക്ക് നഷ്ടപ്പെട്ടില്ല. എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാതെ ഞാൻ അടങ്ങില്ല. എന്റെ മോൻ ചെയ്തത് നല്ലൊരു കാര്യമാ. ഒരണാ പൈസ പോലും കിട്ടിയില്ലല്ലേ? ആ 20 ലക്ഷവും വീണ്ടും തിരിച്ച് നിങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടിയല്ലേ? എനിക്ക് അത് കേട്ടപ്പോ തൃപ്തിയായി. സത്യം പറഞ്ഞ സന്തോഷം കാരണം വാക്കുമുട്ടി സംസാരം മുട്ടി നിൽക്കുക. വിവേക് മോനെ, മേഘനയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? ഞങ്ങൾ വരുമ്പോ ഏട്ടത്തിയുടെ കയ്യിൽ കത്തി കൊണ്ടൊരു മുറിവുണ്ടായിരുന്നു. വലിയേട്ടൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടായിരിക്കുക. ഇപ്പൊ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ദൈവം നമ്മളെ കാത്തത്. ചാരുവിനെ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോവാന്ന് കരുതിയ ഞാൻ ഇങ്ങോട്ട് വന്നേ. ചാരു, ബി കെയർഫുൾ. നടന്നതൊക്കെ ഒരു ദുസ്വപ്നമാണെന്ന് കരുതി മറന്നുകളാ. ഇനി നടന്നതും ചിന്തിച്ചുകൊണ്ട് വെറുതെ നിന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ.
എന്നാ ഞാൻ ഇറങ്ങാം അങ്കിൾ. ആയിക്കോട്ടെ. നിന്നെ വീണ്ടും കാണുന്നത് വരെ എന്റെ ജീവൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല മോളെ. അവര് നിന്നെ വല്ലോ ചെയ്യുമെന്നുള്ള പേടി എന്നെ വല്ലാണ്ട് അലട്ടുന്നുണ്ടായിരുന്നു. ദൈവമുണ്ടെന്ന് തെളിഞ്ഞു മോളെ. എന്റെ പ്രാർത്ഥന കേട്ടു. അതുകൊണ്ട് മാത്രമാ നിന്നെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. മോളെ ചാരു, എല്ലാവരുടെയും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഇത്തരം സംഭവങ്ങൾ ഉണ്ടായെന്നിരിക്കും. എന്ന് കരുതി ആ ഭാരം എന്നും ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കരുത്. അങ്ങനെ ചെയ്താൽ അത് നമ്മളെ മാനസികമായും ശാരീരികമായും ബലഹീനരാക്കും. നീ അങ്ങനെ ബലഹീനയാവുന്നത് ഈ ചെറിയച്ഛൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് നടന്ന സംഭവം മോൾ ഇനി ഒരിക്കലും ഓർമ്മിക്കരുത്. ശരി ചെറിയച്ച. ശരി മോളെ, മോള് ചെന്ന് റെസ്റ്റ് എടുത്തോ. പിന്നെ ചെറിയച്ച, നിതിനെവിടെ? അവനൊന്നുമില്ല മോളെ. ഇവിടെ ഇത്രയും വലിയ സംഭവങ്ങൾ നടന്നപ്പോ ഇനി അത് കണ്ട് അവൻ കൂടുതൽ പേടിക്കണ്ടെന്ന് കരുതി അവനെ ഞാൻ തന്നെയാ ഇവിടുന്ന് മാറ്റിയത്. ഞാനവനെ നമ്മുടെ ഒരു പരിചയക്കാരുടെ വീട്ടിൽ നിർത്തിയിരിക്കുക. ശരി ചെറിയച്ച. ചെല്ലു മോളെ. നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പോയില്ല മമ്മി. ചെളിയാണെന്ന് അറിഞ്ഞോണ്ട് അതി കയറി ചവിട്ടിയതാ എനിക്ക് പറ്റിയ തെറ്റ്. ഇപ്പൊ ആ ചെളിയെല്ലാം കൂടെ നമ്മുടെ മുഖത്തേക്ക് തന്നെ വീണിരിക്കുക. ആ ജഗദീഷ് വെറും വേസ്റ്റ് ആണെന്ന് എനിക്ക് അറിയായിരുന്നു. എന്നിട്ടും അവൻ പറയുന്നതൊക്കെ കേട്ട് എന്റെ മനസ്സിലൊരു അതിമോഹം മൂത്തു. അവന്റെ താളത്തിനൊത്ത് തുള്ളാൻ നിന്നു. അതിന്റെ അനുഭവിക്കുന്നെ. 10 ലക്ഷം പോയിട്ട് 10 രൂപ പോലും നമ്മുടെ കൈ കിട്ടിയില്ലല്ലോ. അങ്ങനെ ഒരു വഷളനെ വിശ്വസിച്ചതിന്റെ പേരില് നിന്റെ ചെരുപ്പ് കൊണ്ട് ഞാനും എന്റെ ചെരുപ്പ് കൊണ്ട് നീയും മാറി മാറി കരണത്തിനിട്ട് അടിക്കാം. ഛേ. മേഘനെ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. കൈ വയ്യാതിരിക്കുമ്പോ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? അല്ലെങ്കിൽ തന്നെ ഒരു കൈ വെച്ച് എങ്ങനെയാ ഇതൊക്കെ ചെയ്യാ? എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് ചോദിക്കാൻ നീ എന്തിനാ മടി കാണിക്കുന്നേ? ഇപ്പൊ എന്താ, ഈ അരി മുഴുവൻ ഇതിലേക്ക് ഇടണം, അത്രയല്ലേ ഉള്ളൂ? അങ്ങനെയല്ല മിഥുനേട്ടാ. നീ മിണ്ടാതിരിക്കാൻ, ഞാൻ ചെയ്തോളാം, എനിക്കിതൊക്കെ അറിയാം. അയ്യോ അത് മേഘനെ, എന്താ പറ്റിയ? സോറി 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 സോറി. മിഥുൻ, what are you doing?
നിനക്കെന്താ പ്രശ്നം? മേഘനയോട് നീ ഒട്ടും അടുക്കരുതെന്ന് അരുണിമാന്റി പറഞ്ഞിട്ടുള്ളതല്ലേ, എന്നിട്ട് നീ ഇവിടെ അവളോട് കിന്നരിച്ചു നിൽക്കുന്നോ? മഞ്ജരി, മേഘനയുടെ കൈ വയ്യാതിരിക്കുകയല്ലേ, അതിന് കാരണം ഞാനാ. അത് നീ മറക്കാൻ പാടില്ല. ആ കൈയും വെച്ചുകൊണ്ട് അവൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവളെ സഹായിക്കാന്ന് വെച്ചാൽ അതെന്റെ കടമയല്ലേ? അവളുടെ കാര്യങ്ങൾ അവള് നോക്കിക്കോളൂ, നീ അതോർത്ത് വിഷമിക്കേണ്ട. നിന്റെ ശുശ്രൂഷ അവക്ക് വേണ്ട. നീ എന്തൊക്കെയാ പറയുന്ന മഞ്ജരി? കൂടെയുള്ള ഒരാൾക്ക് വയ്യാതാവുമ്പോ നമ്മൾ വേണ്ടേ അവരെ സഹായിക്കാൻ? ഇവിടെ ഇപ്പോ ഇവളും നമ്മുടെ വീട്ടിലൊരു അംഗമാണെന്നുള്ള കാര്യം ഓർക്കണം. കണ്ടില്ലെന്ന് ഭാവിച്ച് എങ്ങനെയാ പോകാൻ പറ്റുക? മഞ്ജരി പറഞ്ഞത് ശരിയാണ് മിഥുൻ. എന്താ മിഥുൻ ഇതൊക്കെ? നീ ആരെ സഹായിച്ചു, ആരെ ശുശ്രൂഷിച്ചു എന്നുള്ളതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. എനിക്ക് നിന്റെ ജീവനാണ് വലുത്. നിനക്കൊരു അപകടവും ഉണ്ടാവാൻ പാടില്ല. നീ മേഘനയോട് അടുക്കാൻ ശ്രമിക്കുന്തോറും ഓരോ അപകടങ്ങൾ നിന്നെ വേട്ടയാടാൻ തുടങ്ങും. ഇനിയൊരിക്കലും മേഘനയുള്ള പരിസരത്തേക്ക് പോലും നീ വരരുത്, എനിക്ക് വേണ്ടിയെങ്കിലും. നിനക്ക് മനസാക്ഷിയില്ലായിരുന്നുമേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മേഘനയുടെ കൈ ഇതുപോലെ വയ്യാണ്ടായത് മിഥുനെ രക്ഷിക്കാൻ പോയിട്ടാ. എല്ലാ കാര്യങ്ങളും അറിയാവുന്ന നിന്റെ ഈ സംസാരം എനിക്കത്ര പിടിക്കുന്നില്ല. അയ്യോ, അങ്കിൾ ആന്റിയെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാ മിഥുൻ മേഘനയെ ശുശ്രൂഷിക്കാനും പരിചരിക്കാനും തുടങ്ങും. അത് വെറും ശുശ്രൂഷയിൽ അവസാനിക്കുകയില്ല. സ്നേഹം മൂത്തുമുത്ത് അവര് തമ്മിൽ എന്തെങ്കിലും സംഭവിച്ചാലോ? അതൊന്നും നടക്കരുത്. മിഥുൻ ഒരു കാരണവശാലും അവളുമായി അടുക്കരുത്. ഏത് വിധേനയും അത് തടയണം. മോം, ഇങ്ങനെയുള്ള അവസ്ഥയില് മേഘന തന്നെത്താനെ അവൾക്ക് പറ്റുന്നത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വിടുന്നത് ശരിയാണോ? അവളോട് ഇവിടെയുള്ളവർക്കുള്ള താല്പര്യക്കുറവോ ഇഷ്ടക്കേടോ ഒക്കെ ഒന്ന് മാറ്റി വെച്ചോണ്ട് ചിന്തിച്ചു നോക്ക്. ഒന്നല്ലെങ്കിലും നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് വയ്യാതാവുമ്പോൾ നോക്കേണ്ടത് നമ്മുടെ കടമ തന്നെയല്ലേ? എന്നാ ശരി മിഥുൻ, ആ മനുഷ്യത്ത് ഞാൻ കാണിച്ച പോരെ. അവളെ ഞാൻ തന്നെ പരിചരിച്ചോളാം. നീ എന്താ പരിചരിക്കുമെന്നോ? യെസ് ആന്റി, മേഘനയുടെ വയ്യായിക മാറുന്നത് വരെ ആരെങ്കിലും ഒരാൾ സഹായിച്ച പോരെ. മിഥുനെ എന്തിനാ വെറുതെ നമ്മൾ അതിനു വേണ്ടി ബുദ്ധിമുട്ടിക്കുന്നേ? ഓഫ് കോഴ്സ്. എന്ന് കരുതി നിന്നെ കൊണ്ട് അതിന് പറ്റുമോ? സാരമില്ല ആന്റി. മിഥുൻ മേഘനയോട് അടുക്കാൻ ശ്രമിച്ച അതവനെ അപകടപ്പെടുത്തുമെന്ന് അരുണിമാന്റി വല്ലാണ്ട് വിഷമിക്കുന്നില്ലേ? അതുകൊണ്ട് തന്നെ ആന്റിയെ സഹായിക്കാനായി ഞാനിത് ഏറ്റെടുക്കുക. എന്നാ ശരി മഞ്ജരി, ആരെങ്കിലും ഒരാളെ ഏറ്റെടുത്താ പോരെ? അവളുടെ വയ്യാഴിക മാറുന്നവരെ അവളെ നീ നോക്ക്, അതാ നല്ലത്. അതെനിക്ക് ഒരുപാട് ഇഷ്ടായി. ആയിക്കോട്ടെ അങ്കിൾ. ഇനി എന്തിനാ നീ മടിച്ചു നിൽക്കുന്നേ? ഇപ്പൊ തന്നെ തുടങ്ങിക്കോ. ചോറ് വെക്കുന്നതാണോ ഇത്ര വലിയ കാര്യം? മഞ്ജരി, സൂക്ഷിച്ചു വേണേ, തിളച്ച വെള്ളാണ് കേട്ടോ. ആണോ? മഞ്ജരി, ഞാൻ നോക്കിക്കോളാം. ഇവൾ ഒരിക്കലും നന്നാവില്ല. ഇവളോട് സഹതപിക്കുന്നത് പോലും വെറുതെ.
അയ്യോ നിന്നെ കാണുമ്പോഴെനിക്ക് വല്ലാണ്ട് സഹതാപം തോന്നുന്നു മഞ്ജരി. എന്തിനാവോ? എത്ര വലിയ ചക്രവർത്തിയാണെങ്കിലും ഒരു സാധാരണ പടയാളിയുടെ കൈകൊണ്ട് മരിക്കേണ്ട അവസ്ഥയുണ്ടാകും. അതുപോലെ ഓരോ വിജയത്തിലും എന്റെ മുന്നിൽ വിജയപതാക പറപ്പിക്കാൻ ശ്രമിക്കുന്ന നീ ഇന്നിങ്ങനെ എന്റെ കാൽച്ചുവട്ടി കിടന്ന് എന്നെ പരിചരിക്കേണ്ട അവസ്ഥയുണ്ടായല്ലോ. ശത്രുവിനെ പരിചരിക്കേണ്ട ദുരവസ്ഥ എത്ര വലിയ ഗതികേടാണെന്ന് ആലോചിക്കുമ്പോ എനിക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല. പോട്ടെ, സാരമില്ലെന്നേ. ഈ നല്ല കാര്യത്തിന്റെ പുണ്യം നിനക്ക് തന്നെ കിട്ടൂട്ടോ. നീ ഇതുവരെ ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങളെല്ലാം ഇതോടുകൂടി മാഞ്ഞോളും. മതി, നിർത്തിക്കോ. ഞാൻ നിന്നെ ശുശ്രൂഷിക്കുന്നെന്നും നിന്റെ കാലടി കിടന്ന് ചതഞ്ഞരയുമെന്നും നീ ഒത്തിരി അങ്ങ് സന്തോഷിക്കണ്ട. സത്യത്തിൽ നിന്നെ എങ്ങനെ സഹായിക്കാനും പരിചരിക്കാനും ഒക്കെ ഞാനെന്തിനാ സമ്മതിച്ചതെന്നറിയോ? അതും അറിയാം മഞ്ജരി. നീ മനസ്സിൽ കാണുമ്പോ അതൊക്കെ മാനത്ത് കാണാനുള്ള കൊച്ചുമിടുക്കൊക്കെ എനിക്കുണ്ട്. മിഥുനേട്ടൻ എന്നെ സഹായിക്കുകയാണെങ്കിൽ ആ വിധത്തില് ഞാനും മിഥുനേട്ടനും തമ്മിൽ അടുത്താലോ എന്നുള്ള പേടി. നീയാള് കൊള്ളാലോ മേഘനെ. കാണുന്നത് പോലെ അത്രയ്ക്ക് നിഷ്കളങ്കതയൊന്നും നിന്നിലില്ല. എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്. പിന്നെ അല്ലേ മഞ്ജരി, നിന്നെ ഞാൻ അരച്ച് കലക്കി പഠിച്ചു വെച്ചിരിക്കാം. അതുകൊണ്ടാ നീ വിജയിക്കാൻ ശ്രമിക്കുന്ന ഓരോ വട്ടവും തോൽപ്പിച്ചേ അടങ്ങൂ എന്ന് എനിക്കൊരു വാശിയുണ്ടായത്. അങ്ങനെ എനിക്ക് തോന്നുമ്പോ ദേ ഇതുപോലെ സാഹചര്യങ്ങളും അനുകൂലമായി നിന്നെ എന്റെ കാൽച്ചുവട്ടി കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഒരു നാൾ നിന്നെ അടപടലം തോൽപ്പിക്കാനുള്ള ഒരു ദിവസവും എനിക്ക് കിട്ടും. മതി മതി, നീ പെട്ടെന്ന് തീർത്തേ, എനിക്ക് വേറെ ഒത്തിരി പണിയുണ്ട്. മഞ്ജരിയുടെ മനസ്സിൽ കത്തിക്കൊണ്ടിരുന്ന പ്രതികാരത്തിന്റെ അഗ്നി അണഞ്ഞു തുടങ്ങിയോ? ഇവിടെ എന്തൊരു പമ്പര വിഡ്ഢിയായി മേഘനയുടെ മുമ്പിൽ ഒരു ചത്ത പാമ്പിനെ പോലെ ചുരുണ്ട് കിടക്കുന്നേ. $10 ലക്ഷം. 1 2 3 4 1 2 ആണോ? 10 ലക്ഷം. 10 ലക്ഷം. 1 2 3 4 5 6 7. മമ്മി, 10 മമ്മി, ലക്ഷം. എന്താ മമ്മി ചെയ്യുന്നത്? 10 ലക്ഷം അടി. കയ്യെത്തും ദൂരത്തെത്തിയിട്ട് കൊതിപ്പിച്ചിട്ട് പോയില്ലേ? ശരിയാ മമ്മി, 10 ലക്ഷം കൈ കിട്ടുമെന്ന് ഓർത്തോണ്ട് അതിനെ ബേസ് ചെയ്തോണ്ട് 10 ലക്ഷം സ്വപ്നങ്ങൾ കണ്ടിരുന്നു. ഇപ്പൊ എല്ലാ സ്വപ്നങ്ങളും കൊഴിഞ്ഞുപോയി. വിഷമിക്കാതെടി. ഓരോ അരിമണിയിലും കഴിക്കേണ്ടവന്റെ പേരുണ്ടാവുമെന്ന് പറയുന്ന പോലെ ഓരോ നോട്ടിന്റെ മീതെയും അത് ചെലവാക്കേണ്ടവന്റെ പേരും എഴുതിയിട്ടുണ്ടായിരിക്കും എടി ശാലു. ആ 10 ലക്ഷത്തിൽ നമ്മുടെ പേരൊന്നും എഴുതിയിട്ടില്ലായിരിക്കും. അതുകൊണ്ടല്ലേ നമ്മൾ കൈ നീട്ടിയ